അയ്യപ്പ സംഗമം ഭൂലോക കള്ളത്തിനല്ലേ. പിന്നെ ആ കെ ജയകുമാറിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട് പുള്ളി നേടിക്കൊള്ളുമ്പോൾ പത്രക്കാരുടെ മുമ്പിൽ അതല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചൊരു ചിരിയൊക്കെ തിരിച്ചിട്ട് അത് നോക്കാം. പുള്ളി ആദ്യം ഒരു കമ്മിറ്റി വെച്ചു. 17-ാം തീയതി കമ്മിറ്റി കൂടുന്നു. 17-ാം തീയതി കമ്മിറ്റി കൂടി കമ്മിറ്റിയുടെ ഇടയ്ക്ക് നിന്ന് പുള്ളി വന്നിട്ട് മാധ്യമങ്ങളെ കാണുന്നു. കമ്മിറ്റി മുഴുവനായിട്ടില്ല. ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് 27-ാം തീയതി വരും. ആ റിപ്പോർട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടുതൽ പറയാം. ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടാസ്ക് ഫോഴ്സിൻ്റെ റിപ്പോർട്ട് 27-ാം തീയതി വരും. അപ്പോൾ ഞാൻ കൂടുതൽ അതേപ്പറ്റി പറയാം. അത് ശരി, റൈറ്റ്, ഓക്കെ, കഴിയും. അത് എല്ലാം ചേർത്തിട്ട് അങ്ങ് നൈസാക്കി അങ്ങ് തേച്ച് മിനുക്കി വിടുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത്. ജോലി അതാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ കേസ് എവിടെയെങ്കിലും എത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ആർക്കെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ ലോവർ ലെവൽ ഓഫീസേഴ്സിന് എന്തെങ്കിലും അവരുടെ കൃത്യം എൻട്രി സംഗതി ഒപ്പൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെ പിടിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. ഈ ഹയർഅപ്സ് എന്ന് പറയുന്നത് പത്മകുമാർ അടക്കമുള്ളവർ ഒന്നും ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ തെളിവുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ജാംഷഡ്പൂരിലോ അവിടെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, അത് ചെയ്യുന്നു ഒക്കെ ആയിട്ടൊരു ഫുൾ പ്രൂഫ് കേസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അറ്റ് ദാറ്റ് ടൈം യു വിൽ സേ. ബട്ട് ആസ് ഓഫ് നൗ SITക്ക് കുറ്റപത്രം കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്നേ. അതിൽ കൂടുതൽ എന്തെങ്കിലും പറയണം.